കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 68-19 തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവം, നമുക്കൊരു രക്ഷയുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്. യേശു നമ്മുടെ രക്ഷകനാണ്. യേശു ലോകത്തിലേക്ക് വന്നത് മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ടെങ്കിൽ, ഒരു നല്ല രക്ഷകനുണ്ട്. അത് യേശു കർത്താവാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷപ്പെടാനിടയായിത്തീരും, അവർ രക്ഷിക്കപ്പെടാനിടയായിത്തീരും. അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാം, അവരുടെ ആത്മാവിന് രക്ഷയുണ്ടാകുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള രക്ഷ നൽകുന്ന ഒരു നല്ല രക്ഷകൻ ഇന്ന് രാവിലെ നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ രക്ഷകൻ നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തി കണ്ടിട്ടല്ല, നമ്മുടെ നന്മ പ്രവൃത്തികൾ കാരണമല്ല, നമ്മുടെ നേർച്ച കാഴ്ചകൾ കാരണമല്ല, നമ്മുടെ ഉപവാസം കാരണമല്ല. പകരം യേശുവേ അങ്ങൻ്റെ കർത്താവാണെന്ന് ഞാൻ നിങ്ങളും വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ യേശു കർത്താവ് നമ്മളെ രക്ഷിക്കുന്നവനാണ്, അവൻ നമ്മളെ വിടുവിക്കുന്നവനാണ്, അവൻ നമ്മളെ സഹായിക്കുന്നവനാണ്. കർത്താവ് പറയാണ്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലും എന്നെങ്കിലും ഭാരം ചുമക്കുന്ന കർത്താവല്ല, സ്ഥിരമായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഇന്നലെ ഭാരം ചുമന്ന കർത്താവിന് ഇന്നും നമ്മുടെ ഭാരം ചുമക്കാൻ താല്പര്യമാണ്. ഇന്നും നമ്മുടെ ഭാരത്തെ കർത്താവ് ചുമക്കും. ഇന്നും നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് നമ്മളെ സ്വസ്ഥമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിന് കൊടുത്തവരാണെങ്കിൽ ആ കർത്താവ് ഇന്നും നിങ്ങളുടെ ഭാരം ചുമക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ആ കഴിഞ്ഞ കാലങ്ങളിൽ ഭാരം ചുമന്ന കർത്താവ് ഇന്നും നിങ്ങളെ ഭാരം ചുമന്ന് നിങ്ങളെ വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയായ കർത്താവ്, നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവ്, നമ്മളെ രക്ഷിക്കുന്ന നല്ല ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നാൾതോറും എല്ലാ ദിവസവും, ഒരു ദിവസവും കർത്താവ് ഒഴിവാകുന്നില്ല, ഒരു ദിവസവും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ ഭാരങ്ങളെ കർത്താവിന് ചുമക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഒരു നാളും നിങ്ങൾ ഭാരം ചുമക്കരുത്, ഒരു ദിവസം പോലും നിങ്ങൾ ഭാരം ചുമക്കരുത്, ഒരു രാത്രി പോലും നിങ്ങൾ ഭാരത്തോടെ കിടന്നുറങ്ങരുത്. ഇന്ന് പകൽ എല്ലാ ഭാരവും നമുക്ക് കർത്താവിൻ്റെക്ക് കൊടുക്കാം. ഭാരമെല്ലാം കർത്താവിൻ്റെക്ക് കൊടുത്ത് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഇന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് വരാം, സ്വസ്ഥത അനുഭവിക്കാം, രക്ഷ പ്രാപിക്കാം. ഭാരം കർത്താവ് ചുമക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷയായ കർത്താവേ, ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ആ കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ ഇന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും നമുക്ക് ആ രക്ഷയാകുന്ന കർത്താവിൽ ആശ്രയിക്കാം. ഭാരമെല്ലാം കർത്താവിൻ്റെ കൊടുത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ.